നിങ്ങൾ ഫെഡെക്സിന്റെ ലോഗോ കണ്ടിട്ടില്ലേ? അതിലെ ഫോർവേഡ് സിമ്പിൾ ഒരിക്കൽ നോക്കിപ്പോയാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ എപ്പോൾ നോക്കിയാലും ആ ഫോർവേഡ് സിമ്പിൾ തന്നെയായിരിക്കും. എന്നാൽ ഫെഡെക്സ് കമ്പനിയുടെ വളർച്ച എപ്പോഴും ഫോർവേഡ് ആയിരുന്നില്ല. തകർച്ചയുടെ പടുകുഴികൾ ഒരുപാട് വീണിട്ടുണ്ട് ഫെഡറൽ എക്സ്പ്രസ് അഥവാ ഇന്നത്തെ ഫെഡെക്സ്. 1966 22-കാരനായ ഫ്രെഡ് സ്മിത്തിന് തന്റെ കോളേജ് പ്രൊഫസർ സി ഗ്രേഡ് മാത്രം നൽകിയ ഒരു ബിസിനസ് ഐഡിയ എല്ലാവരും വില കുറച്ചു കണ്ടെങ്കിലും 5 വർഷങ്ങൾക്ക് ശേഷം 1971 ഫ്രെഡ് സ്മിത്ത് ഈ ബിസിനസ് ഐഡിയ ഫെഡറൽ എക്സ്പ്രസ് എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ പക്ഷേ 2 വർഷത്തിന് ശേഷം വിമാനയാത്രയുടെ നിരക്ക് വർദ്ധിപ്പിച്ചതും ഇന്ധനവില കൂടിയതുമെല്ലാം തന്നെ കമ്പനിയെ സാരമായിട്ട് ബാധിക്കുകയാണ്. കമ്പനിക്ക് വലിയ നഷ്ടം വരാണ്, എന്തിന് പാപ്പരാവുക എന്ന അവസ്ഥ തന്നെ. കമ്പനി പൂട്ടുന്നതിന് മുമ്പ് ബാങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന $5000 ഉപയോഗിച്ച് ഫ്രെഡ് നടത്തിയത് വലിയൊരു റിസ്ക് ആയിരുന്നു. ലാസ് വെഗാസിൽ പോയി ചൂതാട്ടം നടത്തി ആ $5000 $27,000 ആക്കി മാറ്റി ഒറ്റ രാത്രി കൊണ്ട്. ഒരു കമ്പനി നടത്തുന്നതിനേക്കാൾ ലാഭം തനിക്ക് ചൂതാട്ടത്തിൽ ലഭിച്ചല്ലോ എന്ന് കരുതി അതൊരു ശീലമാക്കാൻ മാത്രം വീക്ക് മൈൻഡ് അല്ലാത്ത ഫ്രെഡ് ആ പണം കമ്പനിയുടെ പെൻഡിംഗ് ആയി കിടന്ന ഇന്ധനത്തിന്റെ കടം വീട്ടാനും കമ്പനി തിരിച്ച് റൺ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്നിട്ടും 3 വർഷം കഴിഞ്ഞ് 1976 ഈ കമ്പനി ആദ്യത്തെ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ദിവസവും 19,000 പാക്കേജുകൾ ഡെലിവർ ചെയ്ത് $3.6 മില്യൺ വരുമാനം. വലിയ ഡിസ്കൗണ്ടുകൾ കൊടുത്ത് UPS പോലുള്ള കമ്പനികൾ മത്സരമായിട്ട് വന്നപ്പോഴും 12 മണിക്കൂറിൽ തന്നെ ഓവർനൈറ്റ് ഡെലിവർ ചെയ്തും ഇന്റർനാഷണൽ സർവീസുകളിലൂടെയും ഇതിനെല്ലാം മറികടന്ന ഫെഡറൽ എക്സ്പ്രസ് അങ്ങനെ 1994 ഫെഡെക്സ് ആയി. 3 ലക്ഷത്തോളം ജീവനക്കാരുള്ളവർക്ക് 2000-ഓളം എക്സ്പ്രസ് സ്റ്റേഷനുകളുണ്ട്. എന്തിന് 700-ഓളം എയർക്രാഫ്റ്റുകൾ വരെ ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. ചൂതാട്ടത്തിൽ പോകേണ്ട കമ്പനിയുടെ ഇന്നത്തെ ആസ്തി $65 ബില്യൺ ആണ്.